ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, അഭിവന്യ മാർ ജോർജ് കൂവക്കാട് പിതാവ് ഡിസംബർ മാസം 7-ാം തീയതി വൈകിട്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കർദിനാൾ സ്ഥാനത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. എന്താണ് ഒരു കർദിനാൾ? ഒരു കർദിനാൾ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് ഒരാളെ കർദിനാളാക്കുന്നത്? കർദിനാൾ പട്ടം അച്ഛൻ പട്ടത്തിനും മെത്രാൻ പട്ടത്തിനുമൊക്കെ മുകളിലാണോ അതോ താഴെയാണോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സഭയിൽ വലിയ പട്ടങ്ങളായി 3 പട്ടങ്ങളാണുള്ളത്. 1 ശംശാന പട്ടം, 2 വൈദിക പട്ടം, 3 മെത്രാൻ പട്ടം. കർദിനാളാവുക എന്നുള്ളത് ഈ പട്ടങ്ങളെപ്പോലെ ഒരു പട്ടമല്ല, മറിച്ച് അതൊരു സ്ഥാനമാണ്. ഒരു മെത്രാൻ പട്ടം ഏൽക്കുന്നതോടെ സഭയിൽ ഒരാൾക്ക് എത്തിപ്പെടാവുന്ന തിരുപ്പട്ടങ്ങളെല്ലാം പൂർത്തിയായി. മാർപ്പാപ്പ എന്നതും ഒരു പ്രത്യേക പട്ടമല്ല, മറിച്ച് റോമിൻ്റെ മെത്രാനാണ് മാർപ്പാപ്പ. ഒരാളെ കർദിനാളായി നിയമിക്കുന്നത് മാർപ്പാപ്പയാണ്. ഒരു കർദിനാൾ 3 തരത്തിലുള്ള കർദിനാളാവാം. കർദിനാൾ മെത്രാനുണ്ട്, കർദിനാൾ വൈദികനുണ്ട്, കർദിനാൾ ഡീക്കനുണ്ട്. ഒരു ഡീക്കൻ കർദിനാളാകുമ്പോൾ കർദിനാൾ ഡീക്കനും, ഒരു അച്ഛൻ കർദിനാളാകുമ്പോൾ കർദിനാൾ വൈദികനും എന്നുള്ള നിലയിലല്ല, മറിച്ച് കർദിനാളാവുന്ന ഓരോ വ്യക്തിയെയും ഈ 3 ഗണത്തിൽ ഏതെങ്കിലും ഒരു കർദിനാൾ ഗണത്തിലേക്കായിരിക്കും ഉൾച്ചേർക്കുക. ഉദാഹരണത്തിന്, നവംബർ മാസം 24-ാം തീയതി മെത്രാഭിഷേകം കഴിയുമെങ്കിലും ജോർജ് കൂവക്കാട് പിതാവ് കർദിനാളാവുന്നത് കർദിനാൾ ഡീക്കൻ എന്നുള്ള നിലയിലാണ്. അദ്ദേഹം ഒരു ഡീക്കനല്ല, മെത്രാനാണ്. എങ്കിലും അദ്ദേഹം ഉൾച്ചേർക്കപ്പെടുന്നത് കർദിനാൾ ഡീക്കൻ എന്നുള്ള സംഘത്തിലേക്കാണ്. ഏറ്റവും അധികം കർദിനാൾമാരുള്ളത് കർദിനാൾ വൈദികർ എന്നുള്ള ഗണത്തിലാണ്. കർദിനാളന്മാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ കർദിനാളന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാർപ്പാപ്പയ്ക്ക് ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. ആഗോള കത്തോലിക്കാ സഭയെ ഓരോ ദിവസവും ഈശോയിലേക്ക് മുന്നോട്ട് നയിക്കുവാൻ എപ്രകാരമാണ്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ മാർപ്പാപ്പയ്ക്ക് ഉപദേശം നൽകുന്ന ഒരു സമിതിയാണ് കർദിനാളന്മാരുടെ ഗണം. രണ്ടാമതൊരു ഉത്തരവാദിത്വം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ മാർപ്പാപ്പമാരും മരിക്കുമ്പോൾ 80 വയസ്സിന് താഴെയുള്ള കർദിനാളന്മാരുടെ സംഘമാണ് കോൺക്ലേവ് കൂടി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. 80 വയസ്സിന് മുകളിലുള്ള കർദിനാളന്മാർക്ക് വോട്ടവകാശമില്ല, അവർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. മൂന്നാമതൊരു ഉത്തരവാദിത്വം വത്തിക്കാൻ്റെ ഓഫീസുകളെ നയിക്കുക, ഡിക്കാസ്റ്ററികളെ നയിക്കുക എന്നുള്ളതാണ്. വത്തിക്കാന് പല തരത്തിലുള്ള ഡിക്കാസ്റ്ററികളും പൊന്തിഫിക്കൽ കൗൺസിലുകളുമൊക്കെ ഉണ്ട്. അതിനൊക്കെ തലപ്പത്ത് കർദിനാളന്മാരാണുള്ളത്. അവരാണ് ആ ഓഫീസുകളുടെ ദൈനംദിന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും അവയെ ചിട്ടയായി മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടത്. മാർപ്പാപ്പയോട് ചേർന്ന് ആഗോള കത്തോലിക്കാ സഭയെ നയിക്കുക എന്നുള്ളതാണ് ഓരോ കർദിനാളന്മാരുടെയും ലക്ഷ്യം. അഭിവന്യ ജോർജ് കൂവക്കാട് പിതാവ് കർദിനാളന്മാരുടെ ഗണത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ ഇനി ഭാവിയിൽ നിക്ഷിപ്തമാകുന്ന ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റവും നന്നായി നിർവഹിക്കുവാൻ, ഈ പറഞ്ഞ എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മാർപ്പാപ്പയോട് ചേർന്ന് ആഗോള സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം ശക്തനാവുന്നതിന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തുള്ള എല്ലാ കർദിനാളന്മാർക്കും വേണ്ടി. ഡിസംബർ മാസം 7-ാം തീയതി പുതിയ 21 കർദിനാളന്മാർ ഉണ്ടാവുകയാണ്. അവർക്കെല്ലാവർക്കും വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും അവിരാമം പ്രാർത്ഥിക്കാം.